അത്തം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും മാസമാണ് 2026 ഫെബ്രുവരി. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ മാസം വഴിതെളിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരുന്ന ഈ സമയം അത്തം നക്ഷത്രക്കാർക്ക് പുതിയ ഊർജവും ഉന്മേഷവും പകരുമെന്നത് തീർച്ചയാണ്. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 13ാമത്തെ നക്ഷത്രമാണ് അത്തം. ചന്ദ്രഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത്. അത്തം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും ബുദ്ധിശാലികളും സർഗശേഷിയുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. ഇവർക്ക് സൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും പ്രത്യേകം കഴിവുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും അത്തം നക്ഷത്രക്കാർ. നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും കഠിനാധ്വാനവും ഈ മാസം നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും. പുതിയ അവസരങ്ങൾ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ദൃശ്യമാകും. ഈ മാസം പല മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ അംഗീകാരം ലഭിക്കും. തൊഴിൽപരമായോ സാമൂഹികപരമായോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടാനും അവസരം ലഭിക്കും. ദീർഘകാലമായി കാത്തിരുന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകും. നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ വിജയകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി ദൃശ്യമാകും. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളിലൂടെയും സംരംഭങ്ങളിലൂടെയും മെച്ചപ്പെട്ട ലാഭം നേടാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. എന്നാൽ നന്നായി പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക. അനാവശ്യമായ ദൂർത്തൊഴിവാക്കി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. കുടുംബജീവിതം സന്തോഷകരവും സമാധാനപരവും ആയിരിക്കും. ദമ്പതികൾക്കിടയിൽ നല്ല ധാരണയും സ്നേഹവും വർദ്ധിക്കും. ചെറിയ അസുഖങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഒത്തുചേരലുകളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. മക്കളുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. വിവാഹാലോചനകൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും. ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. ധ്യാനം, പ്രാർത്ഥന, ക്ഷേത്ര ദർശനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയും. ഇത് മനസ്സിന് ശാന്തതയും ആന്തരിക സമാധാനവും നൽകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആത്മീയപരമായ പരിപാടികളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കാം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും സേവനങ്ങളിലൂടെയും ആത്മീയ സംതൃപ്തി അനുഭവിക്കും. പൊതുവെ നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും വേഗത്തിൽ സുഖം പ്രാപിക്കും. ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും പിന്തുടരുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അഭിനിവേശം വർദ്ധിക്കും. വിനോദയാത്രകൾക്കും ഔദ്യോഗിക യാത്രകൾക്കും സാധ്യതയുണ്ട്. ഈ യാത്രകൾ ഗുണകരവും സന്തോഷകരവുമായിരിക്കും.